വിജയ്, ഓണം ഓഫർ. ഓണം കർക്കിടകത്തിലാടേ ഓണം. കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങല്ലേ, എന്തായാലും നമുക്ക് ഓണമൊക്കെ അല്ലേ, എടുത്തോണ്ട് പോവാം. ഓഫർ അല്ലേ, കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാം. അളിയാ ഓണം ആകുമ്പോൾ നമുക്ക് കുറച്ച് അധികം കരുതേണ്ടി വരും കേട്ടോ. കുറെ വലിച്ചുവരി കൊടുക്കാനുള്ളതാണ് പിള്ളേർക്ക്. എല്ലാവർക്കും സമ്മാനം കൊടുക്കാനുള്ള ഓണത്തിന്റെ ഓഫർ അങ്ങ് മാറ്റി വിതറിയേക്കാം. വാ. വാഷിംഗ് മെഷീൻ ഇത് വേണ്ട, ഇത് വേണ്ട, നമ്മൾ കൊടുക്കുന്നത് അതാ ഫുള്ളി ഓട്ടോമാറ്റഡ്. നമ്മൾ ഫ്രിഡ്ജ് ഇതല്ലല്ലോ, ഡബിൾ ഡോർ അല്ലേ? ഫ്രിഡ്ജ് ഡബിൾ ഡോർ അപ്പുറത്ത്. അവിടെ എന്ത് വേണ്ട, അവിടെ മറ്റേ വലിയ സംഭവം ഏതാ ഡബിൾ ഡോർ അല്ലേ? എ സിക്ക് 30% ഡിസ്കൗണ്ട്, ഇത് 25%. ഇതൊക്കെ രണ്ട് വെച്ച് എടുത്താലോ? 4-5 എണ്ണം വെച്ചെടുത്താലും തെറ്റില്ല. ഓണമില്ലേ, ഓണം ആകുമ്പോഴത്തേക്ക് ആർക്കും ഒരു വിഷമവും കുറവും ഉണ്ടാവാൻ പാടില്ല. വാഷിംഗ് മെഷീൻ നമ്മൾ എടുത്തായിരുന്നല്ലോ അല്ലേ? പിന്നെ വാഷിംഗ് മെഷീനൊക്കെ സ്റ്റോക്ക് നമ്മൾ അവിടെ പറഞ്ഞല്ലോ. നമ്മൾ ടോപ്പിലോടല്ലേ കൊടുക്കുന്നത്? ഇതാണ് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ തലത്രല്ലേ? ഹീറ്റർ. ഇനി എന്തുവാ? അളിയ ഇത്രയും സാധനം എടുത്തിട്ട് ഇത്രേ ആയുള്ളൂ. കട്ട് ഓഫർ അല്ലേ? ഓ, ഓണമെന്നും പറഞ്ഞ് കിടിൽ ഓഫർ തന്നെ കേട്ടോ. മൈജി ഫീച്ചറിൽ ഒരു രക്ഷയില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വരെ കൂടെ വരേണ്ടി വരും. ഈ ഓണം നമ്മള് അടിച്ച് പൊളിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം സൂര്യ TV, നിങ്ങളുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ ഹാപ്പി ജാം. അപ്പൊ നമ്മളുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത് ചട്ടമ്പിപ്പാറു സീരിയലിലെ ചട്ടമ്പിപ്പാറുവും ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയൻ. ഇത് പ്രിയന്റെ നാടല്ലേ? അല്ലല്ല, എന്റെ നാടല്ല. പക്ഷെ നമ്മുടെ തൃശ്ശൂര് സാധനമായിട്ട് നമ്മൾ ഇത്ര നാള് പിടിച്ചോണ്ടിരുന്നേ. തൃശ്ശൂര് സാധനമാണ്. ഈ കുട്ടിയെ കണ്ടിട്ട് ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് മോഡേൺ ചട്ടമ്പിപ്പാറു. മറ്റൊരു നാടൻ ചട്ടമ്പി, ഇത് മോഡേൺ ചട്ടമ്പി. എവിടെ വന്നാലും പണി ഇത് തന്നെ, ഗുണ്ടാപ്പടി ചട്ടമ്പി. ரொம்ப നല്ല പേരല്ലേ ഇവര്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ ഒരു വേറൊരുത്തുണ്ട്, എന്റെ ഒരു ചെറുക്കുണ്ട്. അല്ല, ഞാൻ ഇത് പറയുന്നതിന് കാരണമുണ്ട്. പ്രിയന്റെ വൈഫ് അവിടെ ഇരുന്ന് കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. ചുമ്മാ ഇവര് നല്ല പേരല്ല. ഇവര് ഷൂട്ടിങ്ങിന്റെ സമയത്ത് എപ്പോഴും ഒരുമിച്ചല്ല ഇരിക്കുന്നത്. ഇവൻ ഫുഡ് വാരി കൊടുക്കാറില്ലല്ലോ. അങ്ങനെയൊന്നും ചേട്ടാ, നീ എന്ത് ചെയ്താലും ഇന്ന് രാത്രി അളിയാ നിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പ്രിയ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ പാറു നിന്നെ ഇത്ര നാളായിട്ട് അംഗീകരിച്ചത്, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നു, നിനക്ക് പണി തരാൻ പറ്റുന്നിടത്തൊക്കെ പണി തരുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ കുട്ടീനെ സ്നേഹിക്കുന്നത്? ആള് ഭയങ്കര ഇന്നസെന്റ് ആണ്. ആള് എന്തൊക്കെ ശരിയാണ്. ഒരാൾക്കൊരു മനവിഷമം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ദൈവമുള്ള ഒരു കുട്ടിയാണ്. കാര്യം എന്തൊക്കെ മനവിഷമം കണ്ട അപ്പൊ ദൈവം തോന്നും. അതായത് ഇപ്പൊ അവിടെ നമുക്കിപ്പം ചട്ടമ്പിപ്പാറൂല അവിടെ ക്ലീനിങ് സ്റ്റാഫ് ആയിട്ടല്ലേ ജോലി ചെയ്യുന്നത്. ആ ജോലിയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. വന്ന ഗ്രാമത്തിൽ പോയി അല്ലേ, ആ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റുമോ പാറു? വില്ലേജ് കാട്ടിലും സിറ്റിയിലെ കുറച്ച് കൂടുതൽ പൈസ കാണും അല്ലേ? മുതലാളി പയ്യനെ അല്ല, അങ്ങനെ ഒന്നുമില്ല. അവർ എനിക്ക് ദൈവം പോലെ. ദൈവം കാശ് തരുമില്ല. ഞാനൊന്ന് വളച്ചുകൊണ്ടിലേക്ക് അറിയാതെ എങ്ങാനും വല്ല മലയാളം താഴെ വീണ പിടിക്കാനാ ഞാൻ കൈ ഇങ്ങനെ വെച്ചേ. ഇത് മലയാളമാണ്. ആണ്, ഇത് മലയാളമാണ്, ശുദ്ധ മലയാളം. പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന കുറെ നമ്മുടെ ചേച്ചിമാരുണ്ടല്ലോ, ഇവരൊക്കെ ക്ലീനിങ് ജോലികൾക്കൊക്കെ പോകുന്ന കുറെ ചേച്ചിമാർ ഇവിടെ ഉണ്ട് അല്ലേ ചേച്ചിമാര്? അപ്പം അവരുടെ കുടുംബം അവര് ജോലി ചെയ്താണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാറുവിന് ഉറപ്പായിട്ട് പാറുവിന്റെ കടങ്ങളൊക്കെ കയറി വരാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ ഇരിക്കുന്ന ചേച്ചിമാർ. ഈ സംഭവം നടക്കുന്ന സ്ഥലം എവിടെ നിനക്കറിയാമോ? ഓ പറയോ. അറിയാ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വടക്കുന്നാഥന്റെ പെരുമയും തൃശൂർ പൂരത്തിന്റെ ഗരിമയും ചേർന്ന കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ. നീ സംസ്ഥാനം എന്ന് പറഞ്ഞ് എന്റെ തലസ്ഥാനത്ത് പിടിക്കാനോ?
ക്യാമറ ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പൊ തൃശ്ശൂർ ഹൈലൈറ്റ് മോളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ പരിപാടി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നമുക്കിതിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മത്സരാർത്ഥികളുടെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മിടുക്കന്മായ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്താലോ അളിയാ? Let us please welcome the fabulous contestants. Come on. ഗോവയിലാണോ ഈ സ്റ്റെപ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് കൂടെ ഒരു 2 പേർക്ക് മത്സരിക്കാനുള്ള അവസരമുണ്ട്. Okay. 2 പേർക്ക് ഇവിടെ നിന്ന് ആർക്കാ? വാ ഇവിടെ ഒരാള് ഇവിടെ നിന്ന് നല്ല താല്പര്യമുള്ള അളിയ 8 പേര് ടോട്ടൽ. നമുക്ക് 2 പേരെ മതിയല്ലോ ആദ്യം മത്സരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് മറ്റേ എന്തെങ്കിലും സെലക്ഷൻ പരിപാടി എന്തെങ്കിലും കൊടുത്താലാ? ഈ 2 പേര് സെലക്ട് ചെയ്യാൻ പോകുന്നത് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന എന്റെ സ്വന്തം സുഹൃത്ത് വിജയ്. ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ഒരാൾ ജയിക്കാൻ പോകുന്നത് 1000-ഓ 5000-ഓ 10,000 രൂപയല്ല, മറിച്ച് 1,50,000 രൂപ വില മതിക്കുന്ന സമ്മാനം. പറയാൻ പോകുന്ന നമ്മുടെ നാക്കുളുക്കി എന്ന് പറയാം, അല്ലെങ്കിൽ ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്നതില് വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളി എടുത്ത് വടി എറിഞ്ഞു. എളുപ്പമാണ്. വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളി ഇവിടെ എടുത്ത് വടി തുടങ്ങി, എറിഞ്ഞു. ഇവിടെ തുടങ്ങി, ഇവിടെ തുടങ്ങി. അവിടെ നിന്ന് പറഞ്ഞ വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളി എടുത്ത് വടി എറിഞ്ഞു. 5 പ്രാവശ്യം പറയണം. വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളി എടുത്ത് വടി എറിഞ്ഞു, വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളി എടുത്ത് വടി എറിഞ്ഞു, വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളി എടുത്ത് വടി എറിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. കുഴപ്പമില്ല. അടുത്തതാ വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു. അവിടെ പുളി പോയി, ഇവിടെ കൊടുത്തോ. വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ നിർത്തിയല്ലോ. അടുത്ത് വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു. ഇവിടെ മൈക്ക് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. എന്റെ ഈശ്വരാ. വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു. മൈക്ക് എടുത്ത്. അപ്പൊ അടുത്ത പോട്ടെ. വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു. സൂപ്പർ. അതും കൊള്ളാം. വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു. ഓക്കെ, അടുത്തത്. സാരമില്ല, അവസാനം എറിഞ്ഞ സാധനം നമ്മളങ്ങ് സഹിച്ച്. വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു, വടിയെടുത്ത് പുളിയെറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു. ഓക്കെ. പക്ഷെ നമുക്ക് ഓഡിഷൻ ചെയ്ത സമയത്ത് ഓഡിഷന് കിട്ടിയ മാർക്കും നിങ്ങൾ ഇപ്പൊ പെർഫോം ചെയ്ത് കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ചേച്ചി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ ഓഡിഷൻ സമയത്ത് മനോഹരമായി പെർഫോം ചെയ്ത ചേച്ചി, വെൽക്കം ടു ദ ഷോ. ഇവിടെ നമ്മുടെ പൈലറ്റ് ചേച്ചി. ഇദ്ദേഹമാണ്, ഈ ചേച്ചിയാണ് നേരെ പറഞ്ഞത്. ബൈ. കേക്കന്റെ അടുത്ത് സ്വാഗതം ചെയ്യണം അങ്ങോട്ട്. വെൽക്കം ടു മൈ ടീം. പക്ഷെ നിങ്ങൾക്ക് വെയിറ്റിംഗിലിരിക്കാം, അറിയാലോ. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് ഇവർ ആരെങ്കിലും ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങൾ ആരും പോകരുത്, റിസർവ് ബെഞ്ച് ഇരിക്കണം. കാര്യം എപ്പോഴും നിങ്ങൾ തിരിച്ചു. പ്രേം പൂജ സീരിയലിൽ പൂജയ്ക്ക് ആദ്യം നൽകിയ സമ്മാനം എന്താണ്? എന്താ ചേച്ചി? മോതിരം. ശരിയായിട്ടുള്ള ഉത്തരം ചേച്ചി പറഞ്ഞതാണ്. കറക്റ്റ് ആൻസർ. മോതിരം. ചേച്ചിക്ക് ടീ പൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനം. വെരി ഗുഡ്. എന്താണ് പേര്? ഷൈനി. ചേച്ചി വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, ഹസ്ബൻഡ്. അടിപൊളി. എന്താണ് ഹോബീസ് ചേച്ചിയുടെ? ഡാൻസ്, പാട്ട്, പാട്ടൊക്കെ പാടൂ. നാടൻ പാട്ട്. അടിപൊളി. ഷൈനി ചേച്ചിയെ അട്ടിമറിക്കാൻ നമ്മൾ ഇറക്കിയിരിക്കുന്ന മറ്റൊരു ചേച്ചി, പേര് പറ. ബബിമോൾ. ബബിമോൾ. ആഹാ, വണ്ടർഫുൾ നെയിം. കൊടുകൈ. ആരൊക്കെയുണ്ട് വീട്ടിൽ? ഹസ്ബൻഡും 2 കുട്ടികളും അമ്മച്ചി. നമ്മുടെ അടിച്ചു കയറുക തൃശ്ശൂർ ഹൈലൈറ്റ് മോളിലെ ആദ്യത്തെ ലെവൽ മത്സരത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ ലെവൽ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു 5000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. എന്തൊക്കെയാണ് മിസ്റ്റർ വിജയ്? എയർ ഫ്രയറും ഒരു നല്ല ഉശിരൻ തേപ്പ് പെട്ടി. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ കണ്ടോ, മാക്രോണീസ് കിടപ്പുണ്ട്, ചോപ്സ്റ്റിക് ഉണ്ട്. നിങ്ങൾ ഇത് കടിച്ചു പിടിക്കണം. കടിച്ചു പിടിച്ചിട്ട് ഇത് കണ്ടോ, ഇതിൽ ചെറിയ ഹോളുണ്ട്, അതുവഴി ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളുടെ ബോളിലേക്ക് നിറയ്ക്കുക. ഏറ്റവും കൂടുതൽ മാക്രോണീസ് ഇതിലിടുന്ന ആള് വിജയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്നത് 60 സെക്കൻഡ് ടൈം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എടുത്തോളൂ. പറ്റും. അയ്യോ, അതിനെ കുറച്ചും കൂടി ഇങ്ങോട്ട് വിളി. മോളല്ല, ഒരു ഹോബീസ് ഒന്നും ഇല്ലെന്ന് ബബിമോള് പറഞ്ഞെങ്കിലും വീട്ടിൽ നിന്ന് ഇതിന്റെ കോച്ചിങ് കൃത്യമായിട്ട് എടുക്കുന്നുള്ള കാര്യം
പിന്നെ നമുക്ക് മനസ്സിലാകാൻ ഈച്ചെങ്കിലും പോകുന്നുണ്ട്. തറ പറ. ചേച്ചിയോ കുഴപ്പമില്ല അടുത്ത അടിപൊളി. ട്രൈ ആ, ചേച്ചി വിട്ടുകൊടുക്കരുത് 10 10 സെക്കൻഡ്. 9 8 ഓ 7 ആ, 6 കേട്ടിട്ടുണ്ട്. 5 ആ 4 ഓ 3 ഓക്കെ 2 യാപ്. 1 ആ. 0 3-നെതിരെ 10 പോയിന്റ് അടിച്ച നമ്മുടെ ബബിമോൾ ആദ്യത്തെ റൗണ്ട് ഇതാ വിജയിച്ചിരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയുഷ്മാൻ ഭവ. ബബിമോൾ ഡാൻസ് കളിക്കാം ബബിമോൾ. വുഹൂ. നമുക്ക് എന്താ കിട്ടിയെന്ന് നീ പറഞ്ഞു കൊടുക്ക്. ബബിമോൾക്ക് കിട്ടിയിരിക്കുന്നത് 5000 രൂപയുടെ ഒരു എയർ ഫ്രയറും ഒപ്പം നല്ല നല്ല അടിപൊളി ഒരു തേപ്പൊട്ടിയാണ്. നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പോകണോ വേണ്ടയോ? യെസ്, പോകണോ വേണ്ടയോ ഇല്ല വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് 15000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. എന്തൊക്കെയാണ് മിസ്റ്റർ വിജയ്? 15000 രൂപ വിലമതിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, ഇലക്ട്രിക് കെറ്റിലുണ്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ട്, പിന്നെ ഇപ്പൊ ഇരിക്കുന്ന തേപ്പ് വെട്ടിയുണ്ട്, എയർ ഫ്രയർ ഉണ്ട്. അങ്ങനെ 5 സംഭവങ്ങളാണ്. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് മിസ്റ്റർ സിബിൻ. അതായത് ഒരു ഗ്ലാസ് ഉണ്ട്, അതിന്റെ മേളിൽ ഒരു ബോൾ ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞ ഉടനെ ഒരു ഗ്ലാസും ആ ബോളും ഇരിക്കുന്നതിനെ പൊക്കിയെടുത്ത് ബാക്കിയുള്ള ഗ്ലാസിന്റെ കൂടെ അടുക്കി വെക്കണം. ആരാണ് പറയുന്ന സമയം കൊണ്ട് ബോളിനെ കളയാതെ ഏറ്റവും കൂടുതൽ ഗ്ലാസുകൾ ഒരു ഗ്ലാസിന്റെ അകത്ത് സ്റ്റാക്ക് ചെയ്യുന്നത് അവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. മത്സരം ഇവിടെ തുടങ്ങുന്നു. സ്റ്റാർട്ട്. പതുക്കെ മതി, ധൃതി വേണ്ട. നമ്മൾ ഓൾറെഡി ഒരെണ്ണം ജയിച്ചിരിക്കുകയാണ്, അപ്പൊ പ്രഷർ അപ്പുറത്താണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സമയം ഇതാ. support ചെയ്ത്. നേരെ അമർത്ത്. ആ അടിപൊളി. പ്രിയ കമാൺ, ചീർ ചെയ്തോ. കമാൺ ചേച്ചി, ദേ. ഫുൾ 10 9 ആ 8 ആ 7 Yes. 6 ആ 5 4 3 2 1 0. മതി ചേച്ചി. അടിപൊളി. നല്ല കൈയടി. ഗ്ലാസ് കൗണ്ട് നമുക്ക് നോക്കാം. ഒരു അതിനു മുന്നേ ഒരു ചെറിയ ഫൗളെന്തോ വന്നതായിട്ട് ഒരു ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. ചേച്ചി ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തൊട്ടതുപോലെ തോന്നുന്നു. അങ്ങനെ തൊട്ടിരുന്നോ? ആ എന്തായാലും ക്യാമറയെ പതിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 11 11 12 12 13 13 14 14 15 15 16 16 17 17. അളിയ ടൈ ആയിരിക്കുകയാണ്. അപ്പൊ തീരുമാനം ജഡ്ജസിന് ഇവിടെ എന്ത് ചെയ്യണം? ആ ഓക്കെ. അപ്പൊ നമ്മുടെ തേർഡ് അമ്പയറിനോട് നമ്മൾ വിട്ടിരിക്കുകയായിരുന്നു. ആ. തേർഡ് അമ്പയർ കൃത്യമായിട്ട് ക്യാമറ ഒക്കെ നോക്കി കണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നി ചേച്ചി സാരമില്ല, ചേച്ചി നന്നായിട്ട് മത്സരിച്ച്. അങ്ങനെ പറയും. പക്ഷെ നമുക്ക് തേർഡ് അമ്പയർ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ഷൈൻ ചേച്ചി. വാ, വാ, വാ. നമ്മൾ ഇഞ്ചോടിഞ്ച് പോരാടി ബബിമോൾ ചെറുതായിട്ടൊന്ന് കൈവറച്ചു പോയി, അത്രേ ഉള്ളൂ അല്ലേ? കൈ വരച്ചപ്പോ ആ ബോളൊന്നും തള്ള വരച്ച് തള്ളി പിടിച്ചായിരുന്നു. അങ്ങനെയുള്ളൂ. അപ്പൊ ചേച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് 15000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. 15000 രൂപയുടെ ഭാഗ്യം എന്റെ ചേച്ചിക്ക് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ KSFE ഹാർമണി ചെടികളിൽ ചേരുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 100 പേർക്ക് സമ്മാനമായി ലഭിക്കുന്നു സിംഗപ്പൂർ യാത്ര. ആഹാ, വാവോ. നമുക്ക് പ്രിയനെ കൊണ്ടെടുപ്പിച്ചാലോ? പ്രിയനെ കൊണ്ടെടുപ്പിക്കാം. ഇന്ന് പ്രിയന്റെ ഫാൻസ് കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ അല്ലാതെ. അല്ല, ഇതൊക്കെ കേട്ടോണ്ട് എന്റെ ഭാര്യ സാന്റോസ് ആന്റണിക്ക് നല്ലൊരു ഈസ്റ്റേൺ നൽകുന്ന ഒരു സമ്മാനമാണ്. ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറാണ്. ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ സി കവറിലുണ്ട്. സാന്റോസ് ആന്റണി എന്തായാലും അത് ട്രൈ ചെയ്യണം. അപ്പൊ 15000 രൂപയുടെ വാഷിംഗ് മെഷീനും കൂടെ ചേർത്ത് 30000 രൂപ ലഭിക്കാൻ പോകുന്ന മത്സരം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ചേച്ചിയുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഈ വാഷിംഗ് മെഷീൻ അടിച്ചെടുക്കും. ഓക്കെ, ഇവിടെ ഒരു ബൗൾ ഇരിപ്പുണ്ട്, ഇവിടെ കുറച്ച് ജംസ് ഉണ്ട്, സ്ട്രോയും ഉണ്ട്. നേരത്തെ നിങ്ങൾ മാക്രോണി ഇങ്ങനെയാണ് കോരിയാണ് ഇട്ടതെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ ഇത് സക്ക് ചെയ്തെടുത്ത് കൈ ഉപയോഗിക്കാൻ പാടേ ഉള്ളതല്ല, ഒരു കൈ പുറകിൽ തന്നെ വെക്കണം കേട്ടോ. ഫൗള് കാണിച്ചാൽ അപ്പൊ തന്നെ ഔട്ടാക്കും. ഒരു ജംസ് നമ്മൾ കളയരുത്. 30000 രൂപ. വെരി ഗുഡ്. അടുത്തുള്ള എടുക്കും. ദൂരെ ഉള്ളത് പിന്നെ എടുക്കാം. 30000 രൂപയുടെ മത്സരം. 15000 രൂപ
കഴിഞ്ഞ 30,000 രൂപയിലേക്ക് ഇത് ആവേശകരമായ മത്സരമാണ്. 10, 9, 8, 7, come on. 6, ആ, 5, ആ, 4, ആ, 3, ആ. 2, Okay. 1, ആ. 0. Time up, time up, time up. Down. Okay, വാ. നിൽക്കാം. ഒരു One. മിനിറ്റ്. 1, 2, 2, 3, 3, 4, 4, 5, 6, 6, 7, 8, 8, 9, 10, 10, 11, 11, 12, 13, 14, 15, 16, 17, 18, 18, 19, 20, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. വ്യക്തമായ മുൻതൂക്കത്തോടുകൂടിയാണ് നമ്മൾ സാധിച്ചിരിക്കുന്നത്. ബബിമോൾ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. ചേച്ചി ഇവന്റെ അഡ്രസ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. No. അല്ലെങ്കിൽ ഇവൻ താമസിക്കുന്ന ഹോട്ടലും പറഞ്ഞു. നല്ല തടിമാടന്മാരെ കൊണ്ട് പോയി ഇടിക്കണേ. ഞാൻ തന്നെ മതി. മതിയോ? ഒന്ന് ഇടിച്ചേ. ഓ, എങ്കിൽ ഒന്ന് പഞ്ച് പിടിക്കാം. ഒന്ന് നോക്കാം, ആര് ഇടിച്ചേ. ജയിക്കും. ധൈര്യമുണ്ട്. ആ, ഒന്ന് അവിടെ ഒന്ന് ഉണ്ട്. ഒന്ന് അവനോട് ഒന്ന് പഞ്ച് പിടിച്ചേ. ആഹാ. കൈ പുറകെ വെക്കണം, കൈ പുറകെ വെക്കണം. 3, 2, 1 സ്റ്റാർട്ട്. അടിയാ. എന്നെ തോപ്പിക്കുന്ന നടക്കലാണ്. അതെ. ചേച്ചിക്ക് വാഷിംഗ് മെഷീൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ? ദേ ഈ ഞാൻ മേടിച്ചൊരു വാഷിംഗ് മെഷീൻ. അത്രേ ഉള്ളൂ. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ചേച്ചിക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നിരിക്കും. അത് വാക്കാണ്. അങ്ങനെ വളരെ നിർണായകമായ ജാക്ക് പോട്ട് റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 2 കുടം. ഒരു കുടത്തിൽ നമ്മുടെ ഭാഗ്യം 30,000 രൂപ ഇടിപ്പുണ്ട്, മറ്റേതിൽ അത് കാണത്തില്ല. ആർക്കാണ് അത് കിട്ടാൻ പോകുന്നതെന്ന് തീരുമാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ജയിച്ചു നിൽക്കുന്ന ബബിത ചേച്ചിക്കാണ് ആദ്യത്തെ കുടം പൊട്ടിക്കാനുള്ള. ഇതിൽ ഏത് കുടം വേണമെങ്കിലും പൊട്ടിക്കാം. അതിലിപ്പോ നിങ്ങളുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്, ചിലപ്പോ ഒന്നും ഉണ്ടാവാൻ സാധ്യത. ഈശ്വര ഭഗവാനെ, ഇതിനായിട്ട് കറക്കാനല്ല പൊട്ടിക്കാനാണ് പറഞ്ഞത്. അതിനകത്ത് ചാത്തനുണ്ട് തോന്നുന്നു കേട്ടോ. ആ മുട്ട കിട്ടി. കുടം പൊട്ടി, മുട്ട കിട്ടി. അടിച്ചു പൊട്ടിച്ചേ. എല്ലാരും അടുത്ത് കണ്ണടച്ചിരുന്നോ. ഇതിന്റെ അടിയാണ് അപ്പുറത്ത്. ആ മറ്റേ കടയിലെ ചേട്ടാ ഷട്ടർ ഇട്ടോ. അമ്പോ തീർന്നു. അളിയ മുട്ടയും പൊട്ടിന്നാണ് തോന്നണത്. തുറന്നോ? ഞാൻ തുറന്നില്ല. വെയിറ്റ്. യെസ്, ഞങ്ങൾക്കും എന്തോ ഉണ്ട്. വട്ടപൂജ്യമായിരിക്കും മിക്കവാറും. പ്രേക്ഷകരെ, കാണികളെ, നിങ്ങളിത് കാണൂ. ജാക്ക്പോട്ട് റൗണ്ടിൽ ദൈവം നിശ്ചയിച്ച 30,000 രൂപ നേടി ബബിമോൾ ചേച്ചി ഇതാ ജയിച്ചിരിക്കുകയാണ്. നാളെ വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾ തിരികെ വരും. അപ്പോൾ നമ്മൾക്കറിയാം ഇവരിൽ നിന്നും ആർക്കാണ് ഈ 1,05,000 വില മതിക്കുന്ന സമ്മാനങ്ങൾ കാത്തിരിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ 4ാമത്തെ എലിമിനേഷൻ റൗണ്ടിൽ നിന്നും ഔട്ടായി പുറത്താവുന്നത് ആരാണ് എന്ന് കാണണമെങ്കിൽ നാളെ വൈകുന്നേരം 6 മണി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരാം. ഇത് നിങ്ങളുടെ സ്വന്തം ഷോ മൈ ജി ഫ്യൂച്ചർ. അടിച്ച് കേറിവ കോ-ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ണർ ഹാപ്പി ജാക്ക്.